എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭാരതത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തെക്കുറിച്ചാണ്. അതായത് ഒരുപാട് പ്രകോപനങ്ങൾ നേരിട്ടപ്പോഴും നമ്മളുടെ രാജ്യം തൻ്റെ പരമാധികാരം സംരക്ഷിക്കാനും നമ്മളുടെ സമാധാനത്തെ ഭീഷണിപ്പെടുത്തുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകാനും വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ഒരു നിമിഷം. ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ ഭാരതം ഒറ്റക്കെട്ടായിട്ട് ഉറച്ച മനസ്സോടെ അഭിമാനത്തോടെ നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് LOC അഥവാ ലൈൻ ഓഫ് കൺട്രോളിലും രാജ്യാന്തര അതിർത്തികളിലും സുരക്ഷാ സാഹചര്യം അവരുടെ ഭാഗത്ത് നിന്ന്, അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാൽ വളരെ മോശമായിട്ട് വഷളായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ജമ്മു കാശ്മീരിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പൂഞ്ച് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ജമ്മു കാശ്മീരിലാണുള്ളത്. ആ ഒരു പൂഞ്ച് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള സംഭവത്തോടെയായിരുന്നു. പൂഞ്ച് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ അതിർത്തിയിലെ പ്രശ്നങ്ങളുടെ ചൂടറിഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാം, അതായത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് മാധ്യമങ്ങളൊന്നുമല്ല. കാരണം മാധ്യമങ്ങളിലൊക്കെ മൊത്തം വ്യാജ വാർത്തകളും വ്യാജ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ആകാശവാണിയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, newsonair.gov.in ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഗവൺമെൻറ്റിൻ്റെ. അതിൽ പറയുന്നത് പ്രകാരം പാകിസ്ഥാൻ നമ്മുടെ ജമ്മു കാശ്മീരിലെ ഈ പൂഞ്ചി നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 13 പേർക്കാണ് ജീവൻ പൊലിഞ്ഞത്, 59 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പൂഞ്ചിൽ നടന്ന ഈ സംഭവങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ. POKയിലും പാകിസ്ഥാനിലുമുള്ള ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടുള്ള പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അവർ ചെയ്തത് ഞങ്ങൾ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് എസ്കലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾ ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. അവരോട് എസ്കലേഷന് പോകരുത് എന്ന് നമ്മൾ പറഞ്ഞതുമാണ്. പക്ഷെ അവർ, അതായത് യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ വീണ്ടും ആക്രമണം നടത്തുകയാണ്. ഇതാണ് നമ്മളുടെ ഇന്ത്യൻ സായുധ സേനയുടെ ശക്തമായ ഒരു മറുപടിക്ക് കാരണമായത്. പൂഞ്ചിലെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള സമാധാനം കെടുത്തിയാൽ അതിന് ഉറച്ചതും അനുയോജ്യമായിട്ടുള്ള മറുപടി നൽകുമെന്ന് ഭാരതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച, നമ്മളുടെ സർക്കാർ അറിയിച്ചത് നമ്മുടെ സായുധ സേന പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. പാകിസ്ഥാൻ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണിത്. കാരണം നമുക്ക് ഈ ഒരു റോക്കറ്റിൻ്റെ, മിസൈലുകളുടെ ഗതിയും ആരൊക്കെ ഏതൊക്കെ റോക്കറ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം തുടങ്ങിയതെല്ലാം ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നിന്നാണല്ലോ. ആ ഒരു കൺട്രോൾ സെൻറ്ററിനെയാണ് നമ്മൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. റഡാർ സംവിധാനത്തെയാണ് നമ്മൾ തകർത്തിട്ടുണ്ടായിരുന്നത്. അതായത് വലിയ, ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, ഒരു ആറ്റം ബോംബുണ്ട്. ഈ ആറ്റം ബോംബ് തൊടുക്കണമെങ്കിൽ അതിനൊരു കേന്ദ്രമുണ്ടാകണം. അൾട്ടിമേറ്റ്ലി ഒരു കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കുമല്ലോ ഒരു ട്രിഗർ ചെയ്യുന്നത്. ആ കമ്പ്യൂട്ടർ നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആറ്റം ബോംബ് കൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഉപയോഗമുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ ആ ഒരു കൺട്രോളിങ് സെൻറ്റേഴ്സാണ് നമ്മൾ തകർത്തിട്ടുണ്ടായിരുന്നത്. അതായത് വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളായിരുന്നു. അതും അത്രയും പെർഫെക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള വെൽ പ്ലാൻഡ് അറ്റാക്ക് ആയിരുന്നു നമ്മളുടെ സായുധ സേനകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ സൈന്യത്തിൻ്റെ പ്രവർത്തന സജ്ജീകരണം ഉറപ്പാക്കാനും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയാനുമാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയും കരസേനയും അതുപോലെ വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഒരുമിച്ച്, അതായത് വളരെ നല്ല ഏകോപനത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ആയിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ 12ലധികം നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് അയച്ച ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നശിപ്പിക്കാനും നിർവീര്യമാക്കാനും അവർക്ക് കഴിഞ്ഞു. അതായത് എത്ര അടിപൊളിയായിട്ടാണ് നമ്മളുടെ സായുധ സേനകൾ നമ്മളെ, ജനങ്ങളെ സംരക്ഷിച്ചതെന്ന് ഓർക്കുക. ഈ മിസൈലുകളെയും ഡ്രോണുകളെയും തടഞ്ഞ് നിർവീര്യമാക്കിയത് ഒരു ഇന്ത്യൻ അയൺ ഡോം എന്നൊക്കെ വിളിക്കുന്ന ആകാശത്തീറും S-400 അഥവാ സുദർശന ചക്രവുമാണ്. ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ S-400 അഥവാ സുദർശന ചക്രം പണ്ട് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. 5 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 35,000 കോടി രൂപയല്ലേ. അതൊക്കെ മേടിച്ചപ്പോൾ ചില പ്രത്യേക താല്പര്യമുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത്രയും വില കൊടുത്തൊക്കെ മേടിച്ചിട്ടുണ്ട് കാര്യം, ആ ഒരു പൈസ ഉണ്ടെങ്കിൽ എത്ര പേരുടെ പട്ടിണി മാറ്റാമെന്നൊക്കെ അല്ലേ. ഇപ്പോൾ മനസ്സിലായോ ഇതൊക്കെ മേടിച്ചുകൊണ്ട് എന്താ ഗുണമെന്ന്? 35,000 കോടിക്ക് മേടിച്ചത് കൊണ്ട് അത്രയും പേരുടെ ജീവനാണ് നമ്മളുടെ രാജ്യത്തിന്, നമ്മളുടെ സായുധ സേനകൾക്ക്, നമ്മുടെ ഗവൺമെൻറ്റിന് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ്, ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലെ പൂർണ്ണമായിട്ടും, അതായത് ഇന്ത്യ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു സംവിധാനമാണോന്ന്. ഒരിക്കലുമല്ല. ഇസ്രായേലും ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്, അല്ലേ? അത്രയും വലിയൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. എങ്കിൽ കൂടെ പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഇത് വെച്ച് അവരയച്ച മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കി എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ് നമ്മളുടെ
ആർമിയുടെ, നമ്മളുടെ സായുധ സേനകളുടെ, ഡിഫൻസിൻ്റെ ആ ഒരു പ്ലാനിങ് എന്നുള്ളത്. എന്തായാലും ഈ ആകാശ് തീറിനെ പറ്റിയിട്ടും അതുപോലെ S-400 സുദർശന ചക്രം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് അല്ലേ, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. എന്തായാലും ഭാരതത്തിൻ്റെ ഔദ്യോഗിക പ്രസ്ഥാനം വളരെ വ്യക്തമായിരുന്നു. നമ്മളുടെ നീക്കങ്ങൾ കൃത്യതയുള്ളതും കണക്ക് കൂട്ടി ചെയ്തതും പ്രശ്നം വഷളാക്കാത്തതുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ ആദ്യത്തെ പ്രത്യാക്രമണത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തത് ആരെയായിരുന്നു? അതായത് ഈ POKയിലും പാകിസ്ഥാനിലും പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ, തീവ്രവാദികളുടെ കേന്ദ്രങ്ങളെ മാത്രമാണ്, അല്ലാതെ സാധാരണക്കാരെയോ സൈനിക കേന്ദ്രങ്ങളോ, അതായത് സൈനികരെ ഒന്നുമല്ല നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റ് കെട്ടിടങ്ങളെല്ലാം ഒഴിവാക്കി. അപ്പോൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഈ തീവ്രവാദികളുടെ ക്യാമ്പുകൾ, അവരുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മൾ ആക്രമിച്ചത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര മുന്നറിയിപ്പ് നൽകിയതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അതിന് അനുയോജ്യമായ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശക്തമായിട്ടുള്ള വാക്കുകളോടെയും അവരുടെ മറ്റേ ഇരവാദമൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഇരവാദങ്ങൾ പറഞ്ഞും ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ പാർലമെന്റിന് വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ കാണാൻ സാധിച്ചു. കുറഞ്ഞത് ഒരു പാർലമെന്റ് അംഗമെങ്കിലും, അതായത് ഒരു MP സമാധാനത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ട് കരയുകയും പ്രശ്നം വഷളാക്കുന്നതിലുള്ള വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് വിവരമുണ്ട്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും വലിയ നാശത്തിൻ്റെ വക്കീലാണ്. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയാണ് ആ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇന്ത്യ ആക്രമിച്ച് നമ്മളെ കയറി ചൊറിഞ്ഞാൽ നമ്മൾ മാന്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലേ. അവരുടെ വെള്ളം കുടി വരെ മുട്ടിക്കുന്ന നടപടികളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പോലെ വിവരമുള്ള ചുരുക്കം ചിലർ മാത്രമേ ആ ഗവൺമെൻറ്റിലുള്ളൂ. ആ ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങളാണ് തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് മറ്റേ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ തീവ്രവാദികളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആണുള്ളത്. അതിൽ കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്ന് പറയുന്ന പോലെയാണ് ഈ മനുഷ്യൻ്റെ വാക്കുകളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. യുദ്ധങ്ങൾ വേണ്ട, സമാധാനമാണ് വേണ്ടത്, പാകിസ്ഥാൻ നടപടികൾ നിർത്തണമെന്നുള്ള കാര്യം ഒരാളെങ്കിലും അവിടെ പറഞ്ഞല്ലോ, നല്ല കാര്യം. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അപൂർവമായി കാണുന്ന ഈ വൈകാരിക നിമിഷം നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവത്തെയാണ് കാണിക്കുന്നത്. നമ്മളുടെ മറുപടിയും അവിടുത്തെ പൊതുജനങ്ങളുടെ സമ്മർദ്ദവും പാകിസ്ഥാൻ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യവും ഗവൺമെന്റും ആകട്ടെ വ്യാജ വാർത്തകൾ ഇങ്ങനെ അടിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ അല്ലേ. അതായത് ഇന്ത്യൻ ഡ്രോണുകളെ തടഞ്ഞെന്നും തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടില്ലെന്നും ഒക്കെയാണ് അവർ അവകാശപ്പെട്ടത്. എങ്ങനെ ഇരിക്കുന്നു? കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ തകർന്നു എന്നുള്ളതാണ്. ഓർക്കുക, പാകിസ്ഥാൻ സൈബർ സ്പേസിൽ നിന്ന് വരുന്നത് അത്രത്തോളം വ്യാജമായിട്ടുള്ള വാർത്തയാണ്. ഇപ്പോൾ അവരുടെയൊക്കെ ട്വിറ്റർ, അതായത് X അക്കൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയാണ് ഇവർ അടിച്ചുവിടുന്നതെന്ന് അറിയാമോ? ആ ഒരു കാര്യങ്ങളൊന്നും ദയവായിട്ട് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ പലരും നമ്മുടെ മലയാളത്തിലുള്ള പല ക്രിയേറ്റേഴ്സും അതൊക്കെ ഷെയർ ചെയ്ത് ഏറിപ്പോയിട്ടുണ്ട്. നമ്മളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ സംസാരിക്കുന്ന ചില വ്യക്തികളൊക്കെ ഒക്കെ കാണാനിടയാകുന്നുണ്ട്. എനിക്കിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെ നടപടി എടുത്ത് അകത്തിടുക എന്നുള്ളതാണ്. കാരണം ഒന്നാലോചിച്ച് നോക്കുക, ഏറ്റവും നമ്മൾ ഒരിക്കലും എതിര് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോലും അവർ സമാധാനപ്രിയരാകുകയാണ്. ചിലവർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് രാജ്യത്തെ പറ്റിയിട്ടോ രാഷ്ട്രീയത്തെ പറ്റിയിട്ടോ ഒരു ബോധവുമില്ലാതെ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ നടക്കുന്നവരൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സമാധാനം എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ നറേറ്റീവ് ഉണ്ടല്ലോ, അവരുടെ അജണ്ടകളുണ്ടല്ലോ, വ്യാജ വാർത്തകളുണ്ടല്ലോ, ഇത് ഷെയർ ചെയ്ത് വിടുകയാണ്. എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് തിരികെ വരുവാണെങ്കിൽ, നിലവിൽ സാധാരണക്കാർക്കിടയിൽ ഈ പ്രശ്നങ്ങൾ, അതായത് യുദ്ധവും അതുമായി ബന്ധപ്പെട്ട പ്രത്യാക്രമണങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ കടുത്ത സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളെ ഒഴിപ്പിക്കുക, പിന്നെ എയർ സൈറൺ മുഴക്കുക, ലൈറ്റുകൾ അണയ്ക്കുക തുടങ്ങിയ അടിയന്തര പരിശീലനങ്ങളെല്ലാം നടന്നു. മുൻകരുതൽ എന്ന നിലയിൽ വടക്കേ ഇന്ത്യയിലെ ഒരുപാട് എയർപോർട്ടുകൾ അടച്ചിട്ടുണ്ട്. ഇത് യാത്രകളെയും കച്ചവടത്തെയും ബാധിക്കുകയാണ്. എന്തായാലും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാൻ തൊട്ട് പുറമേ തന്നെ അവരുടെ ഭീകരവാദ മുഖം പുറത്തെടുക്കുകയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ആളപായം ഉണ്ടാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, 59 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് കുപ്വാര, ബരാമുള്ള, ഉറി, പൂഞ്ച് ഒക്കെ ആ ഒരു പ്രദേശങ്ങളിലാണ്, അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടികൾ നമ്മുടെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുക, പ്രശ്നബാധിതമെങ്കിൽ അവരെ മാറ്റുക തുടങ്ങി ഒരുപാട് നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമ്മളുടെ സർക്കാർ രാജ്യസുരക്ഷയ്ക്കും സൈന്യത്തിൻ്റെ സജ്ജീകരണത്തിനും എല്ലാറ്റിനും ഉപരി സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൈനിക മേധാവികളുമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിയും എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ലോകത്തോട് നമ്മൾ ഭാരതം പറയുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നമ്മൾ പ്രശ്നം വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളായിട്ടൊരു പ്രശ്നവും തുടങ്ങാറുമില്ല. പക്ഷേ നമ്മളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഒരു മടിയും കാണിക്കില്ല, അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. നമ്മൾ ആദ്യം നടത്തിയ പ്രത്യാക്രമണം ഉണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫസ്റ്റ്
ഫസ്റ്റ് ഫേസ് അത് വളരെ കൃത്യതയുള്ളതും അനുയോജ്യമായിട്ടുള്ളതും നേരിട്ടുള്ള ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാൻ മാത്രം ലക്ഷ്യം വച്ചിട്ടുള്ളതായിരുന്നു. വിദേശകാര്യ സെക്രട്ടറി മിശ്ര ഊന്നി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും അക്രമം ഉണ്ടായാൽ അതിന് അനുയോജ്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുമെന്നാണ്. പഹൽഗാമിൽ യുദ്ധം തുടങ്ങിയ കാലം മുതൽ പാകിസ്ഥാൻ കള്ളങ്ങൾ മാത്രമാണ് പറയുന്നത്. അവർ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവർ ഈ തീവ്രവാദികളെ എല്ലാം നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, അവരെ ഫണ്ട് കൊടുത്ത് പരിശീലിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അവർ സത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ പിന്നീട് ആരോപിച്ചത് നമ്മൾ അവരുടെ ഡാമുകളെയും സാധാരണക്കാരുടെ വീടുകളെയും ഒക്കെ ആക്രമിച്ചു എന്നാണ്. ഒരിക്കലുമല്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഈ തീവ്രവാദികളുടെ ക്യാമ്പ് മാത്രമാണ് ആക്രമിച്ചത്. ഇനി നമുക്ക് ലോകരാജ്യങ്ങളുടെ പ്രതികരണവും സംയമനത്തിനായിട്ടുള്ള ആഹ്വാനങ്ങളും ഒക്കെ എന്താ നോക്കാം. ലോകരാജ്യങ്ങൾ ഈ സാഹചര്യം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അമേരിക്ക അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ വഴി ഉടൻ സംഘർഷം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും സംയമനം പാലിക്കാൻ ഇരു രാജ്യങ്ങളിലെ നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ആശങ്ക പ്രകടിപ്പിക്കുകയും പ്രശ്നം ഇനിയും വഷളാക്കുന്നത് ഒഴിവാക്കാൻ ഇരുപക്ഷത്തോടും ആവശ്യപ്പെടുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗ്യൂട്ടറസ് പരമാവധി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും വേണമെങ്കിൽ മധ്യസ്ഥരെ വഹിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. അതായത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യുണൈറ്റഡ് നേഷൻസ് പറയുന്നുണ്ട്. അതേസമയം തന്നെ സൗദി അറേബ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാർ ചർച്ചകൾ സുഗമമാക്കാനും സംഘർഷം കുറയ്ക്കാനും വേണ്ടി ദില്ലിയിലേക്കും ഇസ്ലാമാബാദിലേക്കും പുറപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യമല്ലേ? കാരണം അവർ രണ്ട് രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. ഇന്ത്യയിലേക്കും വരികയാണ്, ഇസ്ലാമാബാദ് പാകിസ്ഥാനിലേക്കും പോവുകയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, നമ്മൾ എല്ലാ വിട്ടുവീഴ്ചകൾക്കും നമ്മൾ ആരെ ആക്രമിക്കാൻ പോകുന്നില്ല. നമ്മൾ അവരുടെ തീവ്രവാദ മെൻറ്റാലിറ്റി അല്ല നമുക്കുള്ളത്. നമ്മളെ ക്രൂരമായിട്ട് പെഹൽഗാമിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് മറുപടിയായിട്ട് മാത്രം അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ടാർഗറ്റ് ചെയ്ത് മാത്രമായിരുന്നു നമ്മൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തു, എസ്കലേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇവിടെ നിർത്തുകയെന്ന്. പക്ഷെ അവർ കേട്ടില്ല. അവർ വീണ്ടും ക്രൂരമായിട്ട് നമ്മളുടെ ആൾക്കാരുടെ ജീവനെടുക്കുകയാണ്. എന്തായാലും നമ്മൾ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ഭാരതത്തിൻ്റെ ഉറച്ച നിലപാടിനെ പറ്റിയിട്ടും ദേശീയ ഐക്യത്തെ പറ്റിയിട്ടും സംസാരിക്കേണ്ടതുണ്ട്. കുറച്ച് പേരെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്ന ചില രാജ്യവിരുദ്ധരുണ്ട്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള സാഹചര്യം പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. നമ്മൾ പ്രത്യാക്രമണം നടത്തി എല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കുമ്പോൾ അവർ വീണ്ടും ആക്രമണം നടത്തുകയാണ്, വീണ്ടും നമ്മൾ പ്രത്യാക്രമണം നടത്തുകയാണ്. അപ്പോൾ സാഹചര്യം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്, ഒറ്റക്കെട്ടായിട്ട് ഇതിനെയെല്ലാം നേരിടുകയാണ്. നമ്മുടെ സായുധ സേനകൾ അത്രത്തോളം ജാഗ്രതയിലാണ്. നമ്മളുടെ സർക്കാർ ഉറച്ച മനസ്സോടെ, നമ്മളുടെ ജനങ്ങളാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും തളരാത്തവരുമാണ്. അതായത് ഡൽഹിയിൽ നിന്നുള്ള സന്ദേശം വളരെ വ്യക്തമാണ്. ഏത് സാഹചര്യത്തെ നേരിടാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മളുടെ ആഗ്രഹം എപ്പോഴും സമാധാനവും സ്ഥിരതയും നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയുമാണ്. നമ്മുടെ രാജ്യം സംരക്ഷിക്കാനുള്ള നമ്മളുടെ പ്രതിബദ്ധതയും ലോകത്തിന് മുന്നിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതും ഭാരതത്തിന്റെ ഈ പ്രവൃത്തികൾ കാണിക്കുന്നു. ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ പോലും നമ്മൾ എടുത്തു ചാടി അങ്ങോട്ട് പ്രതികരിക്കുന്നവരല്ല. അവർ ചെയ്യുന്ന, അതായത് ഐ ഫോർ ആൻ ഐ എന്ന് പറയുന്ന ഒന്നല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നേരെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ജനങ്ങളെ തൊട്ടാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല. അതിന് കൃത്യമായിട്ട് അളന്ന് മുറിച്ച് വളരെ ലക്ഷ്യസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഞങ്ങൾ പ്രതികരിക്കും. അല്ല നിങ്ങളെപ്പോലെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയൊന്നും ആക്രമിക്കണമെന്ന് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ആക്രമണം തീവ്രവാദികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. എന്തായാലും ഈ വീഡിയോയ്ക്ക് ഒരു ഉപസംഹാരം പറയുവാണെങ്കിൽ, ഒരു ശാന്തതയ്ക്കും ജാഗ്രതയ്ക്കുമുള്ള ഒരു ആഹ്വാനം എന്ന് പറയാം. ഈ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാം. നമ്മൾ എല്ലാവരും ഭാരതീയരാണ്. നമ്മളുടെ സായുധ സേനയ്ക്ക് പിന്തുണ നൽകാം. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. തെറ്റായ വിവരങ്ങളും ഒരുപാട് ഫേക്ക് ന്യൂസ്, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, കേരളത്തിലെയും നാഷണൽ മീഡിയാസും ഒക്കെ ഒരുപാട് വ്യാജ വാർത്തകൾ എവിടുന്നൊക്കെയോ, സോഴ്സുകളില്ല, എവിടുന്നൊക്കെയോ കാണുന്നത് എടുത്ത് ഷെയർ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ പ്രശ്നങ്ങൾ കാരണം വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കൊപ്പവും നമ്മളുടെ മനസ്സുണ്ട്. വേഗത്തിൽ സമാധാനവും അതുപോലെ സാധാരണ അവരുടെ ജീവിതവും, അവർ ഇത്രയും കാലം സുഗമമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാണല്ലേ, അതൊക്കെ തിരികെ വരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഭാരതം വളരെ ശക്തിയോടെയും സംയമനത്തോടെയുമാണ് പ്രവർത്തിച്ചത്. ലോകം അത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അത് മനസ്സിലായിട്ടുമുണ്ട്. എപ്പോഴും ഓർത്തോളൂ, നമ്മളുടെ ഐക്യമാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിസ്മയ മാടപ്പള്ളി സൈനിങ് ഔട്ട്. ജയ് ഹിന്ദ്.